ആണ്ടുവട്ടം 4-ാം വാരം വെള്ളി. തിരുവചനം: എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറോദോസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകിപ്പോന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം തിരുവചനം. ഭൗതിക തലങ്ങളിലായാലും ആത്മീയ തലങ്ങളിലായാലും കൃത്യസമയത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എസ്തർ ബാബിലോൺ വിപ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന നാളുകളിൽ കൊട്ടാരത്തിൽ ഒരു മത്സരം നടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവളൊരു തീരുമാനമെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തു. വിനയവും അറിവും ഉണ്ടായിരുന്ന അവളെ ദൈവം അനുഗ്രഹിച്ചു. മത്സരത്തിൽ വിജയിച്ചു. പേർഷ്യയിലെ രാജ്ഞിയായി. തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇസ്രായേൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോൾ അവരെ സഹായിക്കുവാൻ കർത്താവ് ഒരുക്കി വച്ചിരുന്നത് എസ്തറിൻ്റെ കരങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഹെറോദോസ് രാജാവിനെക്കുറിച്ച് നാം വായിക്കുന്നത് സ്നാപയോഹന്നാൻ നീതിമാനായിരുന്നുവെന്നും വിശുദ്ധനായിരുന്നുവെന്നും അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിച്ചു. അദ്ദേഹം പറയുന്നതെല്ലാം സന്തോഷത്തോടുകൂടി കേട്ടു. എന്നാൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ട സമയം വന്നപ്പോൾ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ച് സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദനത്തിന് അദ്ദേഹം ആജ്ഞ നൽകി. നമ്മുടെ ജീവിതത്തിലെ ഓരോ വീഴ്ചയ്ക്ക് പിന്നിലും ഒരു തീരുമാനമുണ്ട്. നാം സ്വന്തമായി എടുക്കുന്ന തീരുമാനം.